نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട മക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 3ാം ക്ലാസ്സിന്റെ EVS ആണ്. EVSിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. എന്തൊക്കെയാണ് EVSിൽ നിന്ന് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച പാഠങ്ങളിൽ നിന്ന് ഏതൊക്കെ വിധത്തിലുള്ള ചോദ്യങ്ങൾ വരൂ എന്നുള്ളത് നമ്മൾ അടുത്തൊരു ചോദ്യപേപ്പറിന്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് ചോദ്യപേപ്പറിന്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ചോദ്യപേപ്പറിന്റെ ഒരു വീഡിയോ, അതായത് ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്ന ഒരു വീഡിയോ. ആ വീഡിയോയിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് വരിക എന്നുള്ളത് ഉണ്ടാവും. ഇതില് നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ 2 വിധത്തിലുള്ള ക്ലാസ്സുകളാണ് അല്ലെങ്കിൽ വീഡിയോകളാണ് ഓരോ വിഷയത്തിനും ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ EVSന്റെ ഇമ്പോർട്ടൻ്റ് പാർട്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ നോക്കി വെച്ചോ, ഇതേപോലെയുള്ള അല്ലെങ്കിൽ ഈ ഒരു ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിരിക്കും എന്നുള്ളതാണ്. യെസ് ഗൈസ്, അപ്പോൾ ശ്രദ്ധിക്കൂ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്, അത് ഞെക്കാൻ വേണ്ടി മറന്നു പോകുന്നത്. ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്, അത് ഞെക്കണം. പിന്നെ PDF-കളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് താഴത്തോടെ ഇങ്ങനെ പോകുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കുക, അത് ഫോളോ ചെയ്തിട്ട് അതിലേക്ക് മെസ്സേജ് അയക്കുക. അതേപോലെ നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താഴത്തോടെ സംഭവങ്ങളൊക്കെ പോകുന്നുണ്ട്, അതൊക്കെ നോക്കുക, അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക. യെസ് ഗൈസ്, നേരെ നമ്മൾ പോകുന്നു. 3ാം ക്ലാസ്സിന്റെ EVSന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം, ഒന്നാമതായിട്ട് ലിവിങ് സേഫ്ലി എന്ന് പറഞ്ഞ സുരക്ഷിതമായി ജീവിക്കാം എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ് നമുക്ക് നോക്കാനുള്ളത്. യൂണിറ്റ് 6 ആണ്. അതിൽ നമുക്കറിയാം ഹെൽത്ത് ആൻഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് അല്ലെ, ആരോഗ്യവും ശീലങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്കറിയാം ഗുഡ് ഹെൽത്ത് ഓഫ് ബോഡി ആൻഡ് മൈൻഡ് ഈസ് മെയിൻറ്റെയിൻ ത്രൂ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് അല്ലെ, ആക്റ്റീവ് ഗ്രൂപ്പ് നെയിംസ് ആൻഡ് സഫിഷ്യന്റ് സ്ലീപ്പ്. ഓക്കെ, ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണശീലങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ, സജീവമായ ഗ്രൂപ്പുകളിൽ ആവശ്യത്തിന് ഉറക്കം എന്നിവ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യത്തിന് പ്രധാനമാണ്. നമ്മുടെ ഭക്ഷണം എങ്ങനെയൊക്കെയാണ്, ആ ഭക്ഷണത്തിനനുസരിച്ചാണ് നമ്മുടെ ശരീരവും മനസ്സും പ്രവർത്തിക്കുന്നതാണ്. അതായത് നമ്മൾ നല്ലൊരു ബിരിയാണി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല ടേസ്റ്റിൽ നമ്മൾ ഫുൾ ആയിട്ട് വയറ് നിറച്ചത് കഴിക്കും ഇല്ലേ. കുറച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമുക്ക് ഉറക്ക് വരും. അത് അതിന്റെ ഒരു നമ്മൾ ഭക്ഷണം കഴിച്ച ആ ഒരു എന്താ പറയാ, ആ ഫാറ്റും അതേപോലെ തന്നെ ആ ഓയിലി ഫുഡും അതിൻ്റെയൊക്കെ ആയിട്ട് നമുക്ക് അതൊരു സംഭവമാണ്. അതേപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചാണ് നമ്മളുടെ മൈൻഡ് ഉണ്ടാവുക. അപ്പൊ ചില ആൾ പറയുന്നത് കേൾക്കാം, വിഷമങ്ങൾ വരുന്ന സമയത്ത് മധുരം കഴിച്ചു കഴിഞ്ഞാൽ വിഷമം മാറും, സന്തോഷം വരുമെന്നൊക്കെ പറയുന്നേക്കാം. അതേപോലെ തന്നെ എരിവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവർ, അങ്ങനെ പല രീതിയിൽ, അതായത് നമ്മുടെ മനസ്സിനെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ബാധിക്കുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, ഭയങ്കര ഓയിലി ഫുഡ്സ് അതേപോലെ തന്നെ ഫാറ്റി ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള അങ്ങനത്തെ ഫുഡ്സ് കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരമൊക്കെ ഇങ്ങനെ തടിച്ച് വീങ്ങി വരും. അതേപോലെ തന്നെ നല്ല ഭക്ഷണങ്ങൾ, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള ഗുണങ്ങളുണ്ട്, നല്ല രീതിയിലുള്ള ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ട് ഇല്ലേ. അപ്പൊ അങ്ങനെ 2 രീതിയിൽ, അതായത് പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഭക്ഷണം എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. നല്ല രീതിയിലും ബാധിക്കാം, മോശ രീതിയിലും ബാധിക്കാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച്. യെസ് ഗൈസ്, നെക്സ്റ്റിലേക്ക് നമ്മൾ പോകുന്നു. ക്ലൈമറ്റ് ആൻഡ് ക്ലോത്ത്സ് ആണ്. അതായത് ഈ ഒരു പാഠഭാഗത്ത് തന്നെ നമുക്കറിയാം കാലാവസ്ഥയും വസ്ത്രങ്ങളും. ഓരോ കാലാവസ്ഥയിൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ പല രീതിയിലുള്ള വസ്ത്രങ്ങളായിരിക്കും അല്ലേ. ചൂണ്ടത്താരെങ്കിലും പോയിട്ട് ഓവർകോട്ട് ഇട്ട് നടക്കൂ? ഇല്ലല്ലോ. അപ്പൊ നോക്കാം. ഡിഫറെന്റ് സീസൺ റിക്വയർ ഡിഫറെന്റ് ഫാബ്രിക്സ് അല്ലേ. കോട്ടൺ ഈസ് ഐഡിയൽ ഫോർ സമ്മർ ആസ് ഇറ്റ് അബ്സോർബ്സ് മോയ്സ്ചർ ആൻഡ് അലൗസ് എയർ സർക്കുലേഷൻ. Animal in cold climates have fur, feathers or layers of fat or for protection. ഓരോ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത് അല്ലേ. ഓരോ സീസണിലും നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഏത് സീസൺ അതിനനുസരിച്ച്. ഇപ്പൊ തണുപ്പാണെങ്കിൽ ആരും പോയിട്ട് പറഞ്ഞ പോലെ നൈസ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ധരിക്കില്ല. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഊളനായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ തണുപ്പുള്ള കാലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ധരിക്കുന്നത് അല്ലെ. ഓരോ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്. വിയർപ്പ് വലിച്ചെടുക്കാനും വായു സഞ്ചാരത്തിനും പരുത്തി വസ്ത്രങ്ങൾ വേനൽക്കാലത്ത് നല്ലതാണ്. തണുപ്പുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന മൃഗങ്ങൾക്ക് രോമങ്ങളും കൊഴുപ്പും തണുപ്പിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇല്ലേ. അതേപോലെ തന്നെ നെക്സ്റ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ നമുക്ക് റോഡ് സുരക്ഷ അല്ലെങ്കിൽ റോഡ് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അല്ലേ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു, രണ്ടാമതായിട്ട് നമ്മൾ വസ്ത്രത്തിന്റെ കാര്യം പറഞ്ഞു, അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞത് റോഡിന്റെ കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു സംഭവങ്ങൾ ഒരു 5-8 പേജ് 10 പേജിലുള്ള സാധനങ്ങൾ ഞാനത് വെട്ടിച്ചുരുക്കി വെച്ചിട്ട് അത് ബ്രീഫായിട്ട് വളരെ ചെറിയ ഷോർട്ടായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ PDF കറക്റ്റ് നിങ്ങൾക്ക് കിട്ടും. PDF നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ PDF കിട്ടാൻ വേണ്ടിയിട്ട് താഴത്തൂടെ ഇങ്ങനെ സംഭവം ഇങ്ങനെ പോകുന്നുണ്ട്, നോക്കിയിട്ട് അതിലുള്ള കാര്യങ്ങൾ ചെയ്യാം. റെഡി? അപ്പോൾ റോഡ് സേഫ്റ്റിയാണ്, റോഡ് സുരക്ഷ അല്ലേ. ഓൾവേസ് walk on the right side of the road to see oncoming vehicles അല്ലേ. നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ always walk on the right side അല്ലേ, right side of the road to see oncoming vehicle. യെസ്. അതേപോലെ തന്നെ യൂസ് സിബ്ര ലൈൻസ് ഫോർ ക്രോസിംഗ്. നമ്മൾ സിബ്ര ലൈൻ ആണ് എന്ത് ചെയ്യുന്നത്, ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ ഫോളോ ട്രാഫിക് സിഗ്നൽസ്. റെഡിന് ഒരു സംഭവമുണ്ട്, റെഡ് കത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പാണ്. അതേപോലെ തന്നെ യെല്ലോ ആണെങ്കിൽ വെയിറ്റ്, റെഡി എന്നൊക്കെയാണ് അല്ലേ. അതേപോലെ തന്നെ ഗ്രീൻ ആണെങ്കിലോ ഗോ, പോകാം അല്ലേ. അതേപോലെ നെവർ പുട്ട് ഹാൻഡ്സ് ഓർ ഹെഡ് ഔട്ട്സൈഡ് എ മൂവിങ് വെഹിക്കിൾ. നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ നിന്ന് തലയും കയ്യും കാലും ഒന്നും ചെയ്യാൻ പാടില്ല, പുറത്തൊക്കെ ഇടാൻ പാടില്ല. അപ്പോൾ വേറെ വണ്ടിയോ അല്ലെ പോസ്റ്റൊക്കെ ഇടിച്ചിട്ട് അത് പോകും ഇല്ലേ. റെഡി? അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കുക, റോഡ് മുറിച്ചു കടക്കാൻ സീബ്ര ലൈനുകൾ ഉപയോഗിക്കുക, ട്രാഫിക് സിഗ്നലുകൾ പാലിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് റോഡ് സുരക്ഷയിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് അടുത്തതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ആണ് അല്ലേ. പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരാളെ നമ്മൾ രക്ഷിക്കുക, അല്ലെങ്കിൽ ആ അപകടത്തിൽ നിന്ന് എങ്ങനെ ചെറുതായിട്ട്, അതായത് ആദ്യം നമുക്കൊരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ അപകടത്തിന്റെ ആഘാതം എന്ത് ചെയ്യും, കുറയും അല്ലേ. ഒരുപാട് സമയം ഇപ്പൊ ചോര വാർന്നുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ്, ചോര വാർന്നോട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അവിടെ കിടന്ന് മരിച്ചു പോകും ഇല്ലേ. അപ്പൊ ആ ചോര വാറിലൊക്കെ, ചോര ഇങ്ങനെ പോകുന്നതൊക്കെ നിർത്തിച്ച് തൽക്കാലത്തേക്ക് നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് ചെയ്ത് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അയാളെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും ഇല്ലേ. ഞാൻ ഇതിന്റെ ജസ്റ്റ് ഒരു സംഭവം മാത്രം പറഞ്ഞു പോയി എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ വലിയ ഉണ്ടൊന്നുമില്ല ഇതിൽ. നോക്കൂ, ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഇമ്മീഡിയറ്റ് കെയർ ഗിവൺ ബിഫോർ എക്സ്പേർട്ട് മെഡിക്കൽ ഹെൽപ്പ് അറൈവ്സ്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് എക്സ്പേർട്ട് മെഡിക്കൽ, അതായത് ഡോക്ടർ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചെയ്തിട്ട് അയാളെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന, ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഒരു അപകടം സംഭവിച്ചിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അയാളുടെ ജീവൻ രക്ഷിക്കണം അല്ലെ. വെറുതെ ചെറിയ എന്തെങ്കിലും ഒരു മുറിവ് അല്ലെങ്കിൽ കാലിന്റെ തോല് പോയി അതിന് പോയിട്ട് വലിയ ഫസ്റ്റ് എയ്ഡ് ഇട്ടിട്ട് ജീവൻ രക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നമുക്ക് തന്നെ ചിലപ്പോൾ ഒരു ഓയിൻമെന്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ മാറുന്നേ ഉള്ളൂ. ചെറുതെന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ, വലിയ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എയ്ഡുകൾ ഉപയോഗിക്കുക അല്ലെ. നമുക്ക് നോക്കാം. വൂൺസ്, അതേപോലെ തന്നെ wash with running water, keep the limb elevated and wrap with a clean cloth to stop bleeding അല്ലേ. അതൊരു വൂൺസ് വന്നു കഴിഞ്ഞാൽ വലിയ വൂൺസുകളൊക്കെ ആണ് ബ്ലീഡിങ്, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതേപോലെ തന്നെ ബ്രീസസ് ആണ്. യൂസ് കോൾഡ് വാട്ടർ ആൻഡ് ഐസ് പാക്ക്. അതേപോലെ തന്നെ ഫ്രാക്ചേഴ്സ് വന്നതാണ്. കീപ് ദ പാർട്ട് സ്റ്റേബിൾ യൂസിങ് എ വുഡൻ സ്കെയിൽ അല്ലെങ്കിൽ സ്പ്ലിന്റ്. അതൊക്കെ പുതിയ സ്പ്ലിന്റ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. സ്പ്ലിന്റ് ആൻഡ് കൺസൾട്ട് എ ഡോക്ടർ അല്ലെ. വിദഗ്ധ ചികിത്സ ലഭിക്കുന്നതിന് മുമ്പ് നൽകുന്ന പ്രാഥമിക പരിചരണമാണ് പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ആ സാധനം ഓക്കെ റെഡി. മുറിവുണ്ടായ ശുദ്ധജലത്തിൽ കഴുകുക, രക്തസമ്മർദ്ദം കുറയ്ക്കാൻ മുറിവേറ്റ ഭാഗം ഉയർത്തിപ്പിടിക്കുക, ചതവുകൾക്ക് ഐസ് പാക്ക് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്, ഇതൊക്കെ നമുക്കറിയാം. അടുത്തത് വ്യക്തിഗത സുരക്ഷയാണ്, പേഴ്സണൽ സേഫ്റ്റി ആൻഡ് ബൗണ്ടറീസ് ആണ് അല്ലെ. അപ്പോൾ ഇത് നമുക്കറിയാം. നമുക്ക് ഇതിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ ഗുഡ് ടച്ച്, ബാഡ് ടച്ച് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ, നമ്മൾക്ക് അറിയാത്ത ആളുകളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പാടില്ല. അങ്ങനെയുള്ള ഓരോരോ സംഭവങ്ങൾ നമുക്കറിയാം ഇല്ലേ. ഗുഡ് ടച്ച്, ബാഡ് ടച്ച്. നമ്മൾ തൊടുന്നത് തന്നെ പല രീതിയിലാണ് ആൾക്കാർ തൊടുന്നത്. നല്ല രീതിയിൽ തൊടുന്ന ആൾക്കാരുണ്ട്, മോശം രീതിയിൽ തൊടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ പ്രൈവറ്റ് പാർട്സ് അല്ലെങ്കിൽ നമ്മൾ തൊടാൻ പാടില്ലാത്ത ഭാഗങ്ങളിൽ ഒരു കാരണവശാലും അപരിചിതരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തൊടാൻ അനുവദിക്കരുത് കേട്ടോ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ചിൽഡ്രൻ ഷുഡ് നോട്ട് അക്സെപ്റ്റ് ഗിഫ്റ്റ്സ് ഫ്രം സ്ട്രേഞ്ചേഴ്സ് ആൻഡ് മസ്റ്റ് സേ എ സ്ട്രോങ് നോ to uncomfortable touches. Always talk frankly to parents or teachers about such incidents. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവം, അതായത് നമ്മൾ ഒരാൾ ബാഡ് ആയിട്ട് തൊട്ടു, അല്ലെങ്കിൽ ബാഡ് ആയിട്ട് നമ്മൾ ആരോടും സംസാരിച്ചു, അല്ലെങ്കിൽ അവർ ബിഹേവ് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കറിയാത്ത ആൾക്കാർ എന്തെങ്കിലും രീതിയിൽ നമ്മളെ എന്ത് ചെയ്തു, മോശപ്പെട്ട രീതിയിൽ നമ്മളെ കണ്ടു, നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ തരാൻ നോക്കി, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവം, വഴിയിൽ വെച്ച ഒരാൾ നിങ്ങൾക്കൊരു മിഠായി തരാൻ നോക്കി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരാൻ നോക്കി, നിങ്ങൾക്ക് അറിയുന്നല്ല അയാൾ, ഇങ്ങനത്തെ തരത്തിലുള്ള എന്ത് സാധനം കണ്ടാലും പാരൻസിനോട് പറയണം എന്നുള്ളതാണ്. യെസ് ഗൈസ്, അപരിചിതരിൽ നിന്ന് സമ്മാനങ്ങളോ മിഠായിയോ വാങ്ങരുത്. അനാവശ്യമായ സ്പർശനങ്ങളോട് വേണ്ട എന്ന് ശക്തമായി പറയണം. ഇത്തരം കാര്യങ്ങൾ മാതാപിതാക്കളോടോ അധ്യാപകരോടോ തുറന്നു പറയണം. ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ മറച്ചു വെക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ടീച്ചേഴ്സിനോട് അല്ലെങ്കിൽ പാരൻസിനോട് നമ്മൾ പറയണം. നെക്സ്റ്റ് അടുത്തത് യൂണിറ്റ് 7 ആണ്.
ദ വേൾഡ് വി ലിവ് ഇൻ, അതായത് നാം ജീവിക്കുന്ന ഒരു ലോകം അല്ലെങ്കിൽ നമ്മുടെ ലോകം, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ഷേപ്പ് ഓഫ് എർത്ത്, ഭൂമിയുടെ ആകൃതിയെ പറ്റിയാണ് പറയുന്നത്. ദ എർത്ത് ഈസ് എ ലാർജ് സ്ഫിയർ റൗണ്ട് ലൈക്ക് എ ബോൾ അല്ലെ. We don't experience its spherical shape because we only see small part of it at a time അല്ലെ. ഭൂമി പന്ത് പോലെ ഉരുണ്ടതാണ്. ഭൂമിയുടെ ഒരു ചെറിയ ഭാഗം മാത്രം കാണുന്നതിലാണ് നമുക്ക് അതിന്റെ ഗോളാകൃതി അനുഭവപ്പെടാത്തത് അല്ലെ. നമ്മൾ ഭൂമി ശരിക്കും ഒരു ബോൾ പോലുള്ള സാധനം അല്ലെ. നമ്മൾ അതിന്റെ ഒരു ഭാഗം മാത്രം കാണുന്നതുകൊണ്ടാണ് ഈ സാധനം ഇങ്ങനെ പരന്ന് കിടക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഒരു ബോളാണ് ഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, റെഡി? യെസ് ഗൈസ്, അത് നമുക്കറിയാം. പിന്നെ അതേപോലെ തന്നെ ഫ്രെഡിനൻഡ് മഗലന്റെ യാത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അല്ലെ. ഫ്രെഡിനൻഡ് മഗലൻ വാസ് ദ ഫസ്റ്റ് ടു റിയലൈസ് ദ എർത്ത് വാസ് റൗണ്ട്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഭൂമി ഉരുണ്ടാന്ന് പറഞ്ഞത് അല്ലെ. He set off an sailboat and traveled in the same direction, eventually ending up at the same starting point, providing the earth is spherical. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഈ ഭൂമി ഒരു പന്ത് പോലെയാണ് അല്ലെങ്കിൽ ഭൂമി ഉരുണ്ട് പോലെയാണ് അദ്ദേഹം പറയാൻ കാരണം അല്ലെ. ഭൂമി ഉരുണ്ടതാണെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞ നാവികനാണ് ഫെർഡിനൻഡ് മഗല്ലൻ എന്ന് പറയുന്ന ആൾ അല്ലെ. മഗല്ലൻ അല്ലെ. അദ്ദേഹം ഒരേ ദിശയിൽ സഞ്ചരിച്ച് യാത്ര തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുകയും ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിക്കുകയും ചെയ്തു അല്ലെ. അദ്ദേഹം ഒരേ ദിശയിൽ സഞ്ചരിച്ച് യാത്ര തുടങ്ങിയ സ്ഥലത്ത് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, തിരിച്ചെത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഭൂമി ഉരുണ്ടതാണ് അല്ലെങ്കിൽ ഭൂമി ഒരു സ്പെറിക്കൽ ഷേപ്പിലാണ്, ഭൂമി ഒരു ലൈക്ക് എ ബോൾ പോലെയാണെന്ന് അദ്ദേഹം പറയാനുള്ള കാരണം. അദ്ദേഹമാണ് ആദ്യമായിട്ട് പറഞ്ഞത് ഭൂമി ഉരുണ്ടിട്ടാണ് അല്ലെ. നമ്മളൊക്കെ വിചാരിക്കും ഭൂമി നേരെ പരന്ന് കിടക്കുന്ന സാധനമാണെന്നാണ് നമ്മൾ വിചാരിക്കുക അല്ലെ. നെക്സ്റ്റിലേക്ക് നമ്മൾ പറയുന്നത് ഗ്ലോബാണ്. എ മോഡൽ ഓഫ് ദ എർത്ത് ആണ്. ഗ്ലോബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ഒരു മാതൃകയാണ് അല്ലെ. അതിലെ ഓരോരോ കളേഴ്സിന് അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങൾക്ക് ഓരോരോ പ്രത്യേകത ഉണ്ട് അല്ലെ. ഗ്ലോബ് ഈസ് എ സ്മോൾ മോഡൽ ഓഫ് ദ എർത്ത്. ബ്ലൂ കളർ റെപ്രസെന്റ് എന്ത് ചെയ്യാണ്, സീ അല്ലെങ്കിൽ വാട്ടറിനാണ് അത് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത് ബ്ലൂ കളർ. അതേപോലെ അതർ കളേഴ്സ് റിപ്രസെന്റ് ലാൻഡ് ഏരിയ. അതർ കളേഴ്സ് ഒക്കെ റിപ്രസെന്റ് ചെയ്യുന്നത് ലാൻഡ് ഏരിയ ആണ് അല്ലെ. ദ സീ ഏരിയ ഈസ് മോർ ദാൻ ട്വൈസ് ദ സൈസ് ഓഫ് ദ ലാൻഡ് ഏരിയ. ദ സീ ഏരിയ ഈസ് മോർ ദാൻ ട്വൈസ് ദ സൈസ് ഓഫ് ദ ലാൻഡ് ഏരിയ. അതാണ് അല്ലെ ഭൂമിയുടെ ചെറിയ മാതൃകയാണ് ഗ്ലോബ്. നീലനിറം എന്ന് പറയുന്നത് സമുദ്രങ്ങളെ സൂചിപ്പിക്കുന്നു. മറ്റു നിറങ്ങൾ കരഭാഗങ്ങളെ സൂചിപ്പിക്കുന്നു. കരഭാഗത്തേക്കാൾ 2 മടങ്ങിലധികം വരും എന്ത്, സമുദ്രഭാഗം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത് ദ സീ ഏരിയ ഈസ് മോർ ദാൻ ട്വൈസ് ദ സൈസ് ഓഫ് ദ ലാൻഡ് ഏരിയ എന്നുള്ളതാണ് അല്ലെ. അതേപോലെ തന്നെ അടുത്തതിൽ നമ്മൾ പോവാണ് ദ മൂൺ. ദ സൺ, മൂൺ ആൻഡ് സ്റ്റാർസ് ആണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമാണ് അല്ലെ. ദ സൺ ഈസ് ദ സ്റ്റാർ ക്ലോസസ്റ്റ് ടു ദ എർത്ത്. അതാണ് അല്ലെ. It is very large sphere but appears small because it is far away. Okay. The moon is the closest celestial sphere to earth. It does not shine by itself but reflects the sun's light. അല്ലെ. മൂണ് സ്വന്തമായിട്ട് പ്രകാശിക്കുന്നില്ല, പക്ഷെങ്കിൽ സണ്ണിന്റെ ലൈറ്റ് എന്ത് ചെയ്യാണ്, റിഫ്ലക്ട് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. We cannot see stars during the day because of the bright light of the sun. രാവിലെയും നക്ഷത്രങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഈ കാണുന്ന സൂര്യന്റെ വെളിച്ചം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നക്ഷത്രങ്ങളെ കാണാൻ പറ്റുന്നില്ല അല്ലെ. ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറയുന്നത്. വലിയ ഗോളമായ സൂര്യൻ വളരെ അകലെ ആയതിനാണ് നമുക്ക് ചെറുതായിട്ട് തോന്നുന്നത്. വലിയ ഗോള, എത്രയോ കിലോമീറ്റേഴ്സ് അകലെയാണ് സൂര്യൻ കിടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ചെറിയ ബോൾ പോലെ തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള ആഘോഷഗോളമാണ് ചന്ദ്രൻ. ചന്ദ്രന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല, പാവലെ. സൂര്യന്റെ പ്രകാശമാണ് എന്ത് ചെയ്യുന്നത്, ചന്ദ്രൻ എന്ത് ചെയ്യുന്നത്, പ്രതിഫലിപ്പിക്കുന്നത് എന്നാണ്. യെസ്, സൂര്യന്റെ ശക്തമായ പ്രകാശം കാരണമാണ് പകൽ സമയത്ത് നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയാത്തത്. ഓൾറെഡി ഞാനത് പറഞ്ഞതാണ്. അടുത്തത് നമ്മൾ പറയുന്നത് ഡേ ആൻഡ് നൈറ്റ്. രാവും പകലും ഒക്കെ ഉണ്ടാകുന്നത് എന്താണ്, അല്ലെങ്കിൽ രാവ് പകൽ അല്ലെ. ഡേ ആൻഡ് നൈറ്റ് occur because of the rotation of the earth. When light from the sun falls on one side of earth, it is daytime, while the other side remains in darkness. Night ആയിരിക്കും അല്ലെ. ഭൂമിയുടെ കറക്കം മൂലമാണ് പകലും രാത്രിയും ഉണ്ടാകുന്നത്. ഡേ ആൻഡ് നൈറ്റ് ഒക്കെ ബിക്കോസ് ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത്. ഭൂമിയുടെ കറക്കം, റൊട്ടേഷൻ കൊണ്ടാണ് രാവും പകലും ഉണ്ടാകുന്നത് അല്ലെ. ഭൂമിയുടെ ഒരു വശത്ത് സൂര്യപ്രകാശം പതിക്കുമ്പോൾ അവിടെ പകലും, മറുവശത്ത് എന്തായിരിക്കും, രാത്രിയായിരിക്കും അല്ലെ. സൂര്യൻ ഇങ്ങനെ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഭാഗത്ത് ഇങ്ങനെ ലൈറ്റ് അടിക്കുമ്പോൾ ഈ ഭാഗത്ത് പകലും ഈ ഭാഗത്ത് രാത്രിയായിരിക്കും അല്ലെ. അമേരിക്കയിൽ ഇവിടെ രാത്രിയാകുമ്പോൾ അവിടെ പകലായിരിക്കും, ഇവിടെ പകലാകുമ്പോൾ അവിടെ രാത്രിയായിരിക്കും, അങ്ങനെയല്ലേ. നെക്സ്റ്റ്, അത് കൺട്രി ആൻഡ് സ്റ്റേറ്റ്, നമ്മുടെ രാജ്യവും സംസ്ഥാനവുമാണ്. India, our country, represent our maps. National symbols are national flags in saffron, white, green with Ashoka Chakra.
ടൈഗർ ആണ് ആനിമൽ, ലോട്ടസ് ഫ്ലവർ ആണ്, ബനിയൻ ട്രീ ആണ്, പീകോക്ക് ആണ് ബേർഡ്, കേരള ഫോം ദ November 1st. ഇതൊക്കെ നമുക്കറിയാം. ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. മാപ്പുകൾ ഇതിന്റെ അതിരുകൾ കാണാം. ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, കടുവ, അല്ലെ, താമര, വേരാല്, മയില്. അതുപോലെ തന്നെ കേരളത്തിന്റെ ആണെങ്കിൽ November 1 കേരളപ്പിറവി. കേരളത്തിൽ 14 ജില്ലകളുണ്ട്. ഇന്ത്യയെ പറ്റിയും കേരള പറ്റിയുള്ള ചെറിയൊരു സംഭവം ഇല്ലേ? റെഡി, അത് നമുക്കറിയാം. നെക്സ്റ്റിലേക്ക് നമ്മൾ പോകുന്നു. കേരളത്തിന്റെ ഭൂപ്രകൃതിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. കേരള ഹാസ് 3 നാച്ചുറൽ റീജിയൻസ് ആണ്. 3 നാച്ചുറൽ റീജിയൻസ് ആണ് കേരളത്തിനുള്ളത്. ഹൈലാൻഡ്സ് മലനാട് എന്ന് പറയും, മിഡ്ലാൻഡ്സ് ഇടനാട് എന്ന് പറയും, കോസ്റ്റൽ ഏരിയ തീരപ്രദേശം എന്ന് പറയും. അങ്ങനെ 3 വിധത്തിലാണ് കേരളത്തിനെ നമുക്ക് തരംതിരിക്കാൻ വേണ്ടി പറ്റുന്നത് അല്ലെ. മലനാട് എന്ന് പറഞ്ഞാൽ മലനിരകളോട് ചേർന്ന പ്രദേശമാണ്. ഇടനാട് എന്ന് പറഞ്ഞാൽ മലനാടിനും തീരപ്രദേശത്തിനും ഒക്കെ ഇടയിലുള്ള പ്രദേശമാണ്. തീരദേശം എന്ന് പറഞ്ഞാൽ കടലിനോട് ചേർന്ന പ്രദേശം. അങ്ങനെ 3 വിധത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കേരളത്തിനെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത്, കേക്കൊക്കെ കട്ട് ചെയ്യുന്ന ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. റെഡിയാണോ? സെറ്റ് ആണോ? യെസ് ഗൈസ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത പാഠത്തിലേക്കാണ്. യൂണിറ്റ് 8 ആണ്. ഹോം ആൻഡ് നെസ്റ്റ് ആണ്. വീടും കൂടും എന്ന് പറയുന്ന പാഠം. ബേർഡ്സ് നെസ്റ്റ്, പക്ഷിക്കൂടുകളാണ്. ഡിഫറെന്റ് ബേർഡ്സ് ബിൽഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെസ്റ്റ് ആണ്. Some built in trees, some in shrubs and some in hollows of trunks. അല്ലെ, വീവർ ബേർഡ് ആറ്റക്കുരുവി ഉണ്ട്. ബിൽഡ് ബ്യൂട്ടിഫുൾ കോംപ്ലക്സ് നെസ്റ്റ് യൂസിങ് ഫൈബേഴ്സ് ഫ്രം പാഡി ആൻഡ് കോക്കനട്ട് ലീവ്സ്. അതേപോലെ തന്നെ കുക്കു. അതായത് നമ്മുടെ പക്ഷികളെ പറ്റിയാണ് ഈ പാഠത്തിൽ നമുക്ക്. പക്ഷികൾ വിവിധ തരത്തിലുള്ള പക്ഷികളുണ്ട്. വിവിധ തരത്തിൽ കൂട് കൂട്ടുന്നവരുണ്ട്. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓരോ പക്ഷിയും വ്യത്യസ്തമായ കൂടുകളാണ് നിർമ്മിക്കുന്നത്. മരങ്ങള്, കുറ്റിച്ചെടികള്, മരപ്പൊത്തുകൾ എന്നിവിടങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുണ്ടാക്കുന്നുണ്ട്. തെങ്ങോലയുടെയും പുല്ലിന്റെയും ഒക്കെ നാരുകൾ ഉപയോഗിച്ച് മനോഹരമായ കൂടുണ്ടാക്കുന്ന ആളാണ് നമ്മുടെ ഈ ഒരു വീവർ ബേർഡ് എന്ന് പറഞ്ഞാൽ. കുയില് സ്വന്തമായി കൂടുണ്ടാക്കൂല. ചങ്ങായി കാക്കന്റെ കൂട്ടിൽ പോയിട്ടാണ് മുട്ടയിടുക. അങ്ങനത്തെ വൃത്തികെട്ട സ്വഭാവമുള്ള ഒരു ചങ്ങായിയാണ് കുയില് എന്ന് പറയുന്നത്. നെക്സ്റ്റിലേക്ക് നമ്മൾ പോകും. ജ്വല്ലിംഗ് ഓഫ് അതർ ക്രിയേച്ചേഴ്സ്, മറ്റു ജീവികളുടെ വാസസ്ഥലങ്ങളാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ബേർഡ്സ്, മെനി ആനിമൽസ് ആൻഡ് ഇൻസെക്ട്സ് ബിൽറ്റ് ഹോംസ്. ബീസ്, ആൻഡ്സ്, അതേപോലെ തന്നെ സ്പൈഡേഴ്സ്, റാബിറ്റ്സ്, റാറ്റ്സ് അല്ലേ. നമ്മൾ പറയുന്ന പോലെ പക്ഷികൾ മാത്രമല്ല, മൃഗങ്ങളും പ്രാണികളും വീടുകൾ നിർമ്മിക്കുന്നു. തേനീച്ചകളും ഉറുമ്പുകളും കൂട്ടമായി ജീവിക്കുമ്പോൾ ചിലന്തി വല നെയ്ത് ജീവിക്കുന്നു. മുയലുകളും എലികളും ഒക്കെ മണ്ണിൽ കുഴിയുണ്ടാക്കി ജീവിക്കുന്നു. ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആനിമൽസും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബേർഡ്സും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രിയേച്ചേഴ്സും ഇതൊക്കെ നമുക്കറിയാം. ഇവർക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ഡ്വെല്ലിംഗ് പ്ലേസുകൾ ഉണ്ട്, വാസസ്ഥലങ്ങളുണ്ട് അല്ലെ. നെക്സ്റ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ഹ്യൂമൻ ഡ്വെല്ലിംഗ്, മനുഷ്യന്റെ വീടുകളാണ് അല്ലെ. ഹ്യൂമൻ ബിൽഡ് ഹൗസ് ഫോർ സേഫ്റ്റി ഫ്രം റെയിൻ, സൺ, വിൻഡ് ആൻഡ് വൈൽഡ് ആനിമൽസ്. എന്തിനാണ് മനുഷ്യൻ വീടുണ്ടാക്കുന്നത്? സേഫ്റ്റിക്കാണ്. സണ്ണെന്നും വിൻഡെന്നും അതേപോലെ തന്നെ റെയിനെന്നും ഒക്കെ അതേപോലെ തന്നെ വൈൽഡ് ആനിമലിനും ഒക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. ഓൾഡൻ ഡേയ്സ് ആണ്. പീപ്പിൾ ലിവ്ഡ് ഇൻ കേവ്സ് ഓർ ഹൗസസ് മെയ്ഡ് ഓഫ് മഡ്, വുഡ് ആൻഡ് thatched leaves. മോഡേൺ ഡേയ്സിൽ ഹൗസസ് ആർ ബിൽഡ് യൂസിങ് ബ്രിക്സ്, സിമെന്റ്, അയൺ ആൻഡ് ടൈൽസ്. നമുക്കറിയാം നമ്മുടെ പഴയ കാലത്തുള്ള ആൾക്കാർ വീടുണ്ടാക്കിയത് എങ്ങനെയായിരുന്നു, ഇപ്പൊ നമ്മൾ വീടുണ്ടാക്കുന്നത് എങ്ങനെയാണ്, വീടുകൾ എന്തൊക്കെ തരത്തിലാണ്, വീട് എന്തിനാണ് വീട് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സംഭവത്തിൽ പറയുന്നത്. മഴ, വെയിൽ, കാറ്റ്, വന്യമൃഗങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷണം നേടാനാണ് മനുഷ്യർ വീട് നിർമ്മിക്കുന്നത്. പണ്ട് ഗുഹകളിലും മണ്ണും മരവും കൊണ്ട് നിർമ്മിച്ച വീടുകളിലുമാണ് താമസിച്ചിരുന്നത്. എങ്കിൽ ഇന്ന് കല്ലും സിമെന്റും ഇരുമ്പും ഉപയോഗിച്ചാണ് വീടുകൾ എന്ത് ചെയ്യുന്നത്, അവർ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അടുത്തതാണ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ പൊതുസ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ഇവിടെ നമുക്ക് പോസ്റ്റ് ഓഫീസ് ഉണ്ട്, ഹോസ്പിറ്റൽ ഉണ്ട്, പഞ്ചായത്ത് ഉണ്ട്, അതേപോലെ തന്നെ റേഷൻ ഷോപ്പ് ഉണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾക്കായി വിവിധ പൊതുസ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. പോസ്റ്റ് ഓഫീസ് കത്തുകൾ അയക്കാനും പണം നിക്ഷേപിക്കാനും, ആശുപത്രി ചികിത്സക്കും പ്രതിരോധ കുത്തിവയ്പ്പിനുമാണ്. പഞ്ചായത്ത്, വില്ലേജ് ഓഫീസൊക്കെ സർട്ടിഫിക്കറ്റുകളും മറ്റു ഭരണപരമായ കാര്യങ്ങൾക്കുമാണ്. റേഷൻ കട ഭക്ഷണ സാധനങ്ങളും മറ്റ് അവശ്യ സാധനങ്ങളും ലഭിക്കാനാണ്. അനാവശ്യ സാധനങ്ങളല്ല, അവശ്യ സാധനങ്ങളും ലഭിക്കാനാണ് അല്ലെ. അപ്പൊ പോസ്റ്റ് ഓഫീസ് ടു സെൻഡ് ലെറ്റേഴ്സ് ആൻഡ് സേവ് മണി. അതേപോലെ തന്നെ ഹോസ്പിറ്റൽ ഫോർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് വാക്സിനേഷൻ ആണ്. അത് പഞ്ചായത്ത്, വില്ലേജ് ഓഫീസൊക്കെ ഫോർ സർട്ടിഫിക്കറ്റ് ആൻഡ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. റേഷൻ ഷോപ്പ് ടു ഗെറ്റ് ഫുഡ്, ഗ്രെയിൻസ് ആൻഡ് എസെൻഷ്യൽ ഐറ്റംസിനാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ പൊതുസ്ഥാപനങ്ങൾ. ഏതൊക്കെ പൊതുസ്ഥാപനങ്ങളാണ്, ഈ പൊതുസ്ഥാപനങ്ങൾ എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള ഇത്രയും സാധനങ്ങൾ എൻ്റെ മക്കൾ പഠിക്കാണ്ട് പരീക്ഷയ്ക്ക് പോകണ്ട. ഞാൻ പറഞ്ഞിരിക്കുന്ന ഇത്രയും സാധനങ്ങൾ നിങ്ങൾ EVS പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഈ സാധനങ്ങൾ പഠിക്കാൻ പോകണം. ഇതിന്റെ PDF കിട്ടും. PDF കിട്ടാൻ വേണ്ടി താഴത്തുള്ള കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതൊക്കെ ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ്, ലൈക്ക് ഒക്കെ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇത് മാത്രമല്ല, ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. എല്ലാ വിഷയത്തിന്റെ ഇമ്പോർട്ടന്റ് വേർഡ്സും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. പരീക്ഷയിൽ വന്നിരിക്കുന്നുള്ള കാര്യം 100% ഉറപ്പ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സലാം.